എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന LD പരീക്ഷയുടെ ജോഗ്രഫി ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നോക്കുക, തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ഒന്നാം ഘട്ട LD പരീക്ഷ നടന്നത് അല്ലേ. അപ്പോൾ ആ ചോദ്യപേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമമാണ് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം 1924 അഥവാ 1924 ചാന്നാർ ലഹള 1859 ക്ഷേത്രപ്രവേശന വിളംബരം 1936 മലബാർ കലാപം 1921 മലബാർ കലാപം 1921 അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വാഗൺ ട്രാജഡിയും 1921 വൈക്കം സത്യാഗ്രഹം 1924 തീർച്ചയായിട്ടും അതെന്താണ് ഒന്നാമതായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഇതിൽ ആദ്യം നടന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള അഥവാ പ്രസ്താവന 2 ആദ്യം വരുന്ന 2 ഓപ്ഷനുള്ളൂ, ബിയും ഡിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എയും സിയും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അടുത്തത് അതിന് തൊട്ട് പുറകെ വരുന്നത് ആരാണ്? മലബാർ കലാപമാണ് 1921. അപ്പോൾ 2, 4 എന്ന് വരുന്ന ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വൈക്കം സത്യാഗ്രഹം 1924, ചാന്നാർ ലഹള 1859, ക്ഷേത്രപ്രവേശന വിളംബരം 1936. തിരുവിതാംകൂർ ഗവൺമെന്റ് ആണല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നത് 1936. മലബാർ കലാപം 1921. അതിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടായത്? വാഗൺ ട്രാജഡി 1921 എന്നോട് ഓർത്തു വയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായവ ഡു ഓർ ഡൈ അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏതിലെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 തെറ്റാണ്. 1919 ഏപ്രിൽ 13 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ശരിയാണ്. രണ്ടാം വട്ട മേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചാണ്. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരി. രണ്ടാമത്തെ പ്രസ്താവന ജാലിയൻ വാലാബാഗ് നടന്നത് 1921 1919 അഥവാ 1919 1921 ഉത്തരം തെറ്റാണ്. ആ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് തന്നെ 2 എന്ന പ്രസ്താവന തെറ്റായി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് മൂന്നാമതാണ് അല്ലേ. 1, 3, 4 എന്നിവ ശരി. ഇവയാണ് ശരി. 1919 ജാലിയൻ വാലാബാഗ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ 1949 ഇത് സ്ഥാപിതമായത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന അല്ലെങ്കിൽ അതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ ഈ രണ്ടും തെറ്റാണ്. ബാക്കി 1949 സ്ഥാപിതമായത് എന്നുള്ളത് എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് എന്നതും ശരിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് 2, 4 ഉത്തരം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏതാണ്? സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയറുമായി ബന്ധപ്പെട്ടതല്ല, ബാക്കിയെല്ലാം എന്താണ്? ശരിയായതാണ്. റോബസ്പിയർ ജാക്കോബിൻ ക്ലബിലെ അംഗമാണ്. ഏപ്രിൽ ഡിസീസ് വിയലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് മാവോ സിത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ 3 മാത്രം ആണ് ഇതിലെ തെറ്റായ ജോഡി. അടുത്തത് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. SCRT ഒരു ബോക്സിനകത്ത് പ്രത്യേകം എടുത്തു കൊടുത്ത വ്യക്തിയായിരുന്നു ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നത് ആണ് ഉത്തരമായിട്ട് വരിക. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഇത് രൂപീകരിച്ചത് 1953 ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ തെറ്റാണ്. ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഫസൽ അലി, HN കുൻസറു അഥവാ ഹൃദയനാഥ് കുൻസറു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഫസൽ അലി, HN കുൻസറു, സർദാർ KM പണിക്കർ ഈ 3 വ്യക്തികളായിരുന്നു ഇതിൽ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ചെയർമാൻ ഫസൽ അലി ആയതുകൊണ്ട് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടത്. ഈ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ശരിയാണ്. 1, 3, 4 ശരിയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇതായിരുന്നു: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3 അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അതും തെറ്റാണ്. നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ അളകനന്ദ ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ കുടിച്ചിരുന്നു. അതും ശരിയാണ്. അപ്പോൾ അതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? 1, 3 1, 3
താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം, ഇന്ത്യൻ മഹാസമുദ്രം ഏതാണ്? ബംഗേല പ്രവാഹമാണ്. സമുദ്രജല പ്രവാഹം ഏതാണ്? ബംഗേല പ്രവാഹം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമതാപോർജ്ജമല്ല, ആണവോർജ്ജമാണ് അല്ലെ. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. തെറ്റാണ്, ഗാന്ധിനഗറാണ്. സത്ലജ് നദിയുടെ പോഷക നദി, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദി ശരിയാണ്. അപ്പോൾ 1 4 ശരിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ നിലയമാണ്. 1 4 എന്നിവയാണ് ഇതിലെ ശരിയായ പ്രസ്താവനകൾ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേര് ഹരിക്കെയിൻ അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത, കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാതയാണ് NW3. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വരുന്ന ചോദ്യത്തിന് തയ്യാറെടുക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾക്കും SCERT പാഠപുസ്തകം അരിച്ചു പെറുക്കുകയും പഠിക്കുക എന്നത് മാത്രമാണ്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.